ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ നെക്ലേസ് എങ്ങനെയാണ് ഉണ്ടാക്കാന്നാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഒരു ലോട്ടസ് ഇൻവിസിബിൾ നെക്ലേസ് ആണ്. ഈ ലോട്ടസിൻ്റെ നെക്ലേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് ഞാൻ 3 പെൻഡൻ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കളറ് വരുന്നത് പിങ്കും വൈറ്റും ഗ്രീനും കൂടി മിക്സ് ചെയ്തൊരു കളറാണ്. പല കളറിലും ലോട്ടസ് അവൈലബിൾ ആണ്. ഫുൾ പിങ്ക് ആയിട്ടും ഫുൾ ഗ്രീൻ ആയിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ 3 പെൻഡൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതിൽ ഞാൻ സെൻറ്ററിലുള്ള ലോട്ടസിന് കുങ്കുരു തൂക്കുന്നുണ്ട്. കുങ്കുരു വൈറ്റും പല കളറും അവൈലബിൾ ആണ്. നമുക്ക് ഇതിലിപ്പം പറയുകയാണെങ്കിൽ ഗ്രീനോ പിങ്കോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ വൈറ്റാണ് യൂസ് ചെയ്യുന്നത്. 3 പെൻഡൻറ്റിലും വേണമെങ്കിൽ നമുക്ക് കുങ്കുരു നോക്കാം. പിന്നെ വരുന്നത് ഫിഷ് ലോക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അത് കുടുക്കിടാൻ വേണ്ടിയിട്ട്. പിന്നെ വട്ടക്കണ്ണി, അത് ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വട്ടക്കണ്ണിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റാണ് ലോക്കാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു നെക്ലേസിൽ ആവശ്യം വേണ്ടത്. ലോക്ക് ഗോൾഡൻ ലോക്കും അതുപോലെ തന്നെ സിൽവർ ലോക്ക് അവൈലബിൾ ആണ്. ഗോൾഡൻ ലോക്കാണ് ഞാൻ ഗോൾഡൻ പെൻഡൻ്റ് ആയതുകൊണ്ട് ഉപയോഗിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ലോക്ക് തന്നെ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് പ്രസ്സറാണ്. പ്രസ്സർ ലോക്ക് പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ വട്ടക്കണ്ണിയൊക്കെ ഓപ്പൺ ചെയ്യാനും വേണ്ടിയിട്ടാണ് പ്രസ്സർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സിസർ, പിന്നെ വേണ്ടത് ഗിയർ വയറാണ്. ഇൻവിസിബിൾ നെക്ലേസിൻ്റെ മെയിനായിട്ടുള്ളതാണ് ഗിയർ വയർ. ഗിയർ വയറിലാണ് നമ്മൾ ഈ ഒരു നെക്ലേസ് ഉണ്ടാക്കുന്നത്. ആദ്യം ഗിയർ വയർ നമ്മുടെ നെക്കിൻ്റെ അതേ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇത്ര അളവിൽ കട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? ഇത്രയും അളവിലാണ് കട്ട് ചെയ്തത്. ഞാനൊരു വട്ടക്കണ്ണി എടുക്കുകയാണ്. ഒന്ന് മതിയാവും. അപ്പോൾ ഇതിനേക്ക് വേണ്ട കുറച്ച് വട്ടക്കണ്ണി എടുത്തിട്ട് ഇതാണ് വട്ടക്കണ്ണി. ഇതിനെ ഒന്ന് വിടർത്തുന്നുണ്ട്. ഇങ്ങനെ എളുപ്പത്തിൽ തന്നെ വിടർത്തി കിട്ടും. കണ്ടോ? ഇതുപോലെ വിടർത്തുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുങ്കുരു നിറയ്ക്കണം. കുങ്കുരു ഉണ്ടാക്കിയിട്ടുണ്ട്. 2 കുങ്കുരാണ് ഉണ്ടാക്കിയത്. ഇനി ഇതിൻ്റെ ലോക്കറ്റിന് നമ്മൾ ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ലോക്കറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വരും. കണ്ടോ? നമ്മൾ സെൻറ്ററിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല ഭംഗിയിലാണ്. ഇതിൻ്റെ മേളത്തെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോകണം. ഇതിൻ്റെ മേളത്തിൻ്റെ ഇതിൽ കൂടെ തന്നെ, എന്നാലേ അതിങ്ങനെ നിൽക്കുള്ളൂ. അപ്പോൾ ഇപ്പം കണ്ടില്ലേ, ഫസ്റ്റ് ലോട്ടസിൻ്റെ പെൻഡൻറ്റ് കോർത്തിട്ടുണ്ട്. ഇനി ഇതിനെ ലോക്ക് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് അതിന് മുമ്പ് ഞാൻ 2 ഗോൾഡിൻ്റെ 2 മുത്തുകൾ കോർക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അത് കോർക്കുന്നത്. അത് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങൾക്ക് ഈ മുത്തുകളൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കോർത്തതിന് ശേഷം നമ്മളത് ലോക്ക് ചെയ്യണം. അടുത്തത് നമ്മൾ ഗോൾഡൻ മുത്തൊക്കെ കോർത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ലുക്കിലാണ് കിട്ടുക. ഇനി അതിന് ശേഷം ആണ് ലോക്ക് ചെയ്ത് വെക്കുന്നത്. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെൻഡൻറ്റ് ആ പൊസിഷനിൽ എങ്ങോട്ടും മൂവ് ചെയ്യില്ല. അപ്പോൾ ഈ കാണുന്നതാണ് ലോക്ക്. വളരെ ചെറുതായിരിക്കും. ഇത് ഗോൾഡൻ ലോക്കാണ്, സിൽവർ ലോക്ക് ഇങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഗോൾഡൻ ലോക്കാണ് വാങ്ങിച്ചത്, കാരണം ഗോൾഡൻ പെൻഡൻ്റ് ആയതുകൊണ്ട്. പിന്നെ കളറ് പോവാത്ത ലോക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത്യാവശ്യം റേറ്റ് ഉള്ളതൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും. അപ്പോൾ അത് മേടിക്കുക. ലോക്കലായിട്ടുള്ളതും അവൈലബിൾ ആണ്. അപ്പം പെട്ടെന്ന് തന്നെ കളറ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ പ്രസ്സർ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളാണ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും ഞാൻ ഗോൾഡൻ മുത്തും ലോക്കും കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് അടുപ്പിച്ച് വെച്ചിട്ട് ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി അത് അവിടെ തന്നെ സെറ്റായി നിന്നോളൂ. ഇപ്പം നമുക്കൊരു സിംഗിൾ പെൻഡൻറ്റ് നെക്ലേസ് കിട്ടി. ഇനി രണ്ടാമത്തെ പെൻഡൻറ്റും അതുപോലെ തന്നെ മൂന്നാമത്തെ പെൻഡൻറ്റും ഏകദേശം ഒരു സ്പേസ് വെച്ചിട്ട് ഇതേപോലെ സെയിം പ്രോസസ്സ് ചെയ്ത് കൊടുക്കുക.
നമ്മൾ 3 പെൻഡൻറ്റും ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ നെക്ലേസിൻ്റെ ഒരു 80% കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൊളുത്ത് വെക്കണം. അത് കുറച്ച് ടഫാണ്, എന്നാലും ഒരു പ്രാവശ്യം 2 തവണയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയാവും. ഞാനിവിടെ ഫിഷ് ലോക്കാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഫിഷ് ലോക്കിന് ഒരു വട്ടക്കണി ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കുന്നുണ്ട്. കുളത്തിടാൻ വേണ്ടിയിട്ട് ആദ്യം അറ്റത്ത് ഒരു ലോക്ക് ഇട്ടതിന് ശേഷം കുളത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഗിയർ വയർ വളച്ചിട്ട് ആ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയിട്ട് ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ അവിടെ കുളത്തിടുന്നത്. ഗിയർ വയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് പുറത്തേക്ക് ഇതുപോലെ കാണണം. എന്നിട്ട് വേണം ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കാൻ. ഇനി ചങ്ങലയാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 വട്ടക്കണ്ണിയാണ് എടുക്കുന്നത്. ഇനി ഈ 3 വട്ടക്കണ്ണിയും തമ്മിൽ യോജിപ്പിക്കണം. ചങ്ങല അല്ലാതെ വാങ്ങാനും കിട്ടും, അങ്ങനെയും ഉപയോഗിക്കാം. ഇനി ചങ്ങല നമ്മൾ നമ്മുടെ നെക്ലേസ്മേൽ പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഗിയർ വയറിൽ ഒരു ലോക്ക് കോർക്കുക. അതിന് ശേഷം അതൊന്ന് കർവ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഈ ചങ്ങല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഗിയർ വയർ ആ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ കയറണം. കയറിയതിന് ശേഷം ലോക്ക് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഇൻവിസിബിൾ നെക്ലേസ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഈ നെക്ലേസ് ഉണ്ടാക്കാൻ പറ്റും. താല്പര്യമുള്ള ആൾക്കാരൊക്കെ ട്രൈ ചെയ്യണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.